വാട്സപ്പ് കൂട്ടായ്മയിൽ ബഷീർ സലഫി ഉണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ മുജാഹിദിലും EKP സുന്നിയിലും എല്ലാത്തിലുണ്ട്, KNM ഒക്കെ. ആ ഗ്രൂപ്പിൽ ഒരു KNM-കാരൻ ചർച്ച ചെയ്യാണ്. KNM-കാരൻ്റെ ചോദ്യം എന്താ അറിയോ? കടലിൽ നമ്മളിങ്ങനെ കപ്പലിൽ യാത്ര പോവുകയാണ്. എവിടെ? കടലിൽ കപ്പലിൽ യാത്ര പോവുകയാണ്. അപ്പൊ കാറ്റും കോളും വന്ന് കപ്പൽ മുങ്ങാറായി. അപ്പൊ കടലിൽ ഈ കപ്പലിന്റെ പരിസരത്ത് ജിന്നുണ്ടാവാലോ, അങ്ങനെ ഒരു ജിന്നിനെ വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് എന്നാണ് അവന്റെ ചോദ്യം. അപ്പൊ അതിന് ബഷീർ സലഫി കുറച്ച് മറുപടിയൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ മറുപടിയിൽ അവസാനിപ്പിച്ചു. കടലിലും കാട്ടിലും കോളിലും പെട്ട് കപ്പലിൽ യാത്ര ചെയ്തിരുന്നു അബൂജഹലും കൂട്ടരും. അവരെ പറ്റി അല്ല പറഞ്ഞത് കടലിൽ വെച്ച് മറ്റാരെങ്കിലും വിളിക്കാമോ എന്നുള്ളൊരു ചിന്ത പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. ശരിക്കും ചിന്തിക്കണേ, ഇതൊരു അപാരമായ പോയിന്റാണ്. ശരിക്കും ഹൃദയത്തെ കുത്തിവെച്ചോളി. അബൂജഹലും കൂട്ടരും കപ്പലും മുങ്ങുമ്പോ അല്ലെന്താ പറയുന്നറിയോ? അബൂജഹലും കൂട്ടരും കപ്പലിൽ യാത്ര പോയാൽ വദ്ദിനെ അവർ ഉപേക്ഷിച്ചു, ലാത്തയെ ഉസ്സയെ അവർ ഉപേക്ഷിച്ചു, മനാത്തെ ഉപേക്ഷിച്ചു. ഒരു നബിയെ അവർ വിളിച്ചില്ല, ഒരു ജിന്നിനെയും വിളിച്ചില്ല, ഒരു മലക്കിനെയും വിളിച്ചില്ല, പടച്ചോനെ മാത്രം വിളിച്ചു. അവിടെ ജിന്നുണ്ടാവൂലേ മലക്കുണ്ടാവൂലേ എന്ന് പോലും അബൂജഹൽ ചിന്തിച്ചില്ല. കടലിൽ വെച്ച് ജിന്നിനെ വിളിക്കാൻ ഓൻ തോന്നണോ? ഓന് സാമ്പിൾ പറയാൻ അല്ല ഖുർആനിൽ പറയാണ്. നിങ്ങൾ ആലോചിക്കും 31-ാം അധ്യായം 32 വൈദാ ഹശിയഹും മൗജുൻ കല്ലുലൽ നിഷ്കളങ്കരായി സകല ഇലാഹുമാരെയും ഉപേക്ഷിച്ച് കരയിൽ വിളിച്ച സകലമായ ഇലാഹുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ആർത്തിരമ്പുന്ന പർവ്വത സമാനമായ തിരമാലകൾ വന്ന് കാട്ടിലും കോളിലും പെട്ട് കപ്പൽ മുങ്ങുമ്പോൾ പടച്ചോനെ മാത്രം ഓർത്ത കൗമിന്റെ പേരാണ് മക്ക മുശ്രിക്കുകൾ. ഇനി പറ, KNM-ന്റെ തലതിരിഞ്ഞ കുട്ടികൾ എന്തിനാണ് റോന്ത് ചുറ്റുന്നത്? ഞാൻ ആത്മാർത്ഥമായി സത്യസന്ധമായി പറയാം, നിങ്ങൾ നന്നായിക്കോളി, നിങ്ങൾ പഠിച്ചോളി. ഏറ്റവും ചുരുങ്ങിയ മലയാളക്കരയിൽ എഴുതിയ പൂർവികരുടെ ഒരു പുസ്തകമെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ വായിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു മുഖാമുഖം നടന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ഹാരിസ്. ആ ഹാരിസ് ഫൈസൽമാനോട് ചോദിച്ചു, മാലിക് സൽവി ഒരു ചോദ്യം ചോദിച്ചു, ആ പാരഗ്രാഫ് അല്ലാതെ ആ ലേഖനം ഫുള്ള് വായിച്ചിട്ടുണ്ടോ ഹാരിസേ എന്ന്. ഹാരിസ് പറയാൻ വായിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണേ. തൗഹീദിന്റെ കാവലാളാകുന്നതിന് വേണ്ടി, ശിർക്ക് ഉമ്മത്തിൽ അരക്കെട്ടുറപ്പിക്കാതിരിക്കാൻ വേണ്ടി മഹാപണ്ഡിതനായ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനമാണത്. അമ്പലക്കടവിന്റെ അന്തം വിട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണത്. അതിന്റെ മുഖപുര പോലും വായിക്കാതെ, ആ ലേഖനം മൊത്തം വായിക്കാതെ നേതാക്കന്മാരിൽപ്പെട്ട ചില ഊരി ചുറ്റികൾ പഠിപ്പിച്ചു കൊടുത്തൊരു പാരഗ്രാഫുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഹാരിസ് പോലും കൊച്ചിയിൽ വന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര ഭീകരമാണ്. വായിക്കില്ല, പഠിക്കില്ല. അല്ല നമ്മളോട് ആദ്യം പറഞ്ഞ് വായിക്കാനാ. മനസ്സിലായി? ഞാൻ പറയുന്നത് ഒന്നും പഠിക്കില്ല, എന്താ ഉള്ളത് ഏതാ ഉള്ളത് അറിയില്ല, അങ്ങനെ നടക്കുകയാണ്. ഒരു 12 കൊല്ലായി ഈ അവസ്ഥ KNM-ന് വന്നിട്ട്. ഒരെണ്ണം വായിക്കില്ല, ഒരു പുതിയ ഇബാറത്ത് പഠിക്കില്ല, ഒരു പുതിയ കാര്യം പഠിക്കില്ല. കാലത്തിന്റെ ദൈർഘ്യം അവരുടെ ഹൃദയത്തെ കടുപ്പിച്ചു കളഞ്ഞു. 57-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു. അതിവിടെ വന്നു കഴിഞ്ഞു. എനിക്ക് ഉറപ്പാണ് നശിച്ചു പോവുകയുള്ളൂ. കേരളത്തിൽ 2 വിഭാഗമാണ് മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാകും. ഒന്ന് മർക്കസ് ദഅവ ആസ്ഥാനമായവരും, ഒന്ന് വിസ്റ്റവും. KNM ഉമർ മൗലവി എഴുതിയ ലേഖനം പോലെ അതിൽ ലയിച്ചു പോകും. മർക്കസ് ദഅവയിൽ ലയിപ്പിക്കപ്പെടും. ഒരു 5 കൊല്ലത്തിനുള്ളിൽ സമ്പൂർണ്ണമായ ലയനം. അതൊരാളൊരു വ്യക്തിയുടെ കേരള നേതൃത്വത്തിൻ്റെ ടോപ്പ് ലീഡറുടെ നേതൃത്വത്തിൽ ആ ലയനം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ഈ പ്രസംഗം ഓർത്താൽ മതി. ഉമർ മൗലവി എഴുതിയത് വെറുതെ ആവില്ല. ദീർഘദർശനം ചെയ്ത മഹാനുഭാവൻ പറഞ്ഞത് ഇവിടെ പുലർന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്, അദ്ദേഹത്തിന്റെ അനുഭവമാണ്, അദ്ദേഹം പഠിച്ചത്. KNM പിരിച്ചുവിടേണ്ടി വരില്ല, KNM ലയിച്ചു പോകുമെന്ന് ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്. അതിവിടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ലയനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പെടണം. ഞാൻ പറയുന്നത് വിശ്വാസികളെ, ജീവിതം ഈ ദുനിയാവിൽ ഒന്നേ ഉള്ളൂ, അതിന്റെ റിസൾട്ട് ആഖിറത്തിലാണ്. ആ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഹക്കിനോടുള്ള പ്രതിബദ്ധത ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ അല്ലാഹ് പറയാണ്. ഖുർആൻ 9-ാം അധ്യായം 119-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളെ തഖ്വ ഉൾക്കൊള്ളാൻ കഴിയണം. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ ജീവിക്കണം. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നീ മുഅ്മിനാണോ, നിനക്ക് ജിന്നിനെ വിളിക്കാൻ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല.